ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് വായിക്കാതെ പറയുന്ന അത്രയും വിവരക്കേട്ടൊന്നും ഞങ്ങൾക്കില്ല. പുസ്തകം കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം, അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്തത്. പുസ്തകം റിലീസായിട്ട് ഇത്രയും ദിവസം എടുത്തത് തന്നെ പുസ്തകം കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ കണ്ടൻസിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ആ പുസ്തകം എടുത്ത് നോക്കിയാൽ പ്രമീള നായരെക്കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പോൾ അത് അവരെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നതിൽ അവരൊരു എഴുത്തുകാരിയായിരുന്നു. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ അവർക്ക് മോറലി ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ മകളുമായിട്ട് സംസാരിക്കാം. അപ്പോൾ സിത്താരയായിട്ട് അവർ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അവൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ആൻഡ് ഷീ ഹാസ് നോട്ട് ഗിവൺ എനി റിട്ടേൺ പെർമിഷൻ. അതെനിക്കറിയാം. ഞാൻ ഇന്നലെ രാത്രിയും കൂടി സിത്താരയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കാര്യം വളരെ വ്യക്തമാണ്. അനുമതി ഇല്ലാതെ ഒരു സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ പറ്റുമോ? പ്രത്യേകിച്ച് അവർ മരിച്ചു പോയ സ്ഥിതിക്ക്. അവരുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവരുടെ മകളാണ്. അവരോട് തീർച്ചയായിട്ടും അനുമതി തേടേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈറ്റിൽ ഇഫ് യു നോട്ടീസ് എംപ്റ്റി സ്പേസസ്, ആ ഇംഗ്ലീഷിലുള്ള ഫോണ്ടിൻ്റെ ഡിസൈൻ മുതൽ അവിടുന്ന് തുടങ്ങുകയാണ് അച്ഛനിട്ടുള്ള കുത്ത്. അപ്പോൾ ആ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. പിന്നെ കണ്ടൻസിലേക്ക് വരുമ്പോൾ ഇവർ പറഞ്ഞ പോലെ ഓരോ പേജ് നമ്പറും എടുത്തിട്ടിട്ട് ഇതിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ ജോലിയല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ പല കാര്യങ്ങളും, ഇപ്പോൾ സിത്താര നിഷേധിച്ച പല കാര്യങ്ങളും, ജീവചരിത്രത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അവൾ നിഷേധിച്ച പല കാര്യങ്ങളും മുഖവിലയ്ക്ക് പോലും എടുക്കാതെ അവർ ഇതിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദാറ്റ്? അങ്ങനെ പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ വളരെ എന്നെ, എൻ്റെ കുടുംബത്തെയും, ഞങ്ങൾ രണ്ടുപേരുടെ ഫാമിലീസിനെയും വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളുമുണ്ട്. ദ ബുക്ക് ഇൻ ടോട്ടൽ. അപ്പോൾ വി കം ടു ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ബുക്ക്? ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഒരു റൈറ്ററെ കുറിച്ച് എഴുതിയ പുസ്തകമായിട്ടല്ല മലയാളം അറിയുന്ന ആരും ഈ പുസ്തകം വായിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യു വിൽ അഗ്രി വിത്ത് മീ. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി അതും കൂടി ഞാനിവിടെ എനിക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ ഓൺലൈനിൽ ഇവർ ഈ പുസ്തകത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. അതിൻ്റെ താഴെ എൻ്റെ ഫാമിലീനെയും വന്ന് ഒരുപാട് അധിക്ഷേപങ്ങൾ ആൾക്കാർ പറയുന്നു. ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരാൾ, ഈ രണ്ട് റൈറ്റേഴ്സിലൊരാൾ ഒരു പോസ്റ്റ് ഇട്ടു. അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നെ അതിനുശേഷം പല ഘട്ടങ്ങളിലും ഇവർ അച്ഛനെതിരെ പ്ലേജിയറിസം കൂടി ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പുസ്തകത്തിലും വീണ്ടും അവരെടുത്ത് പറയുന്നു. അപ്പോൾ ഇത് ഒരു തരം ഹരാസ്മെൻ്റാണ്. ഇത് കുറേ കാലമായിട്ട് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ആൻഡ് ഐ തിങ്ക് ദ ബുക്ക് ഇസ് എ കൾമിനേഷൻ ഓഫ് ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇത്രയും ഇൻറ്റൻസ് ആയ സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ബിക്കോസ് വി നീഡ് ടു ടെൽ ദ വേൾഡ് ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ്. കുറേയൊക്കെ അവരുടെ ഭാവനയും പിന്നെ അവർ പറയുന്ന റിട്ടേൺ സോഴ്സസ് എന്താണ് ആ സോഴ്സസ് വ്യക്തമാക്കണം. അല്ലാതെ നമുക്ക് രക്ഷയില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ എനിക്കിനി പറയാനുള്ളൂ. ഇനി ഈ പുസ്തകത്തിൻ്റെ എന്താ പറയുക വിശദാംശങ്ങളെക്കുറിച്ചൊക്കെ അവരായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ പുസ്തകം പിൻവലിക്കുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് അവർ തീരുമാനിച്ച് പറയട്ടെ. അതിനുശേഷം ഞങ്ങൾ വേണ്ടതുപോലെ തീരുമാനിക്കും. അത് ഞാൻ പറഞ്ഞില്ല, ആ പുസ്തക ജീവചരിത്രത്തിലുള്ള ചില ഭാഗങ്ങൾ, പക്ഷെ അത് ഏത് ടോണിലാണ് അതവർ എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. അതിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ ഇതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. 1. 2, അതിൽ സിത്താര നിഷേധിച്ച ചില കാര്യങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ ഇതിൽ തിരികെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റില്ല. എനിക്കെന്ത് പ്രശ്നം? എനിക്കോ എൻ്റെ കുടുംബത്തിനോ യാതൊരു പ്രശ്നവും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫാക്റ്റ്. ഞങ്ങൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയേ അല്ല. അവർ ജീവിച്ചിരുന്നു, എൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. അത് അവരുടെ തോന്നലാണ്. ആ പറയുന്ന അവരുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇസ് എ കൈൻഡ് ഓഫ് ഹാരസ്മെൻറ്റ്. ആബ്സല്യൂട്ട്ലി. മരിച്ചതിന് ശേഷം ഈ പുസ്തകം എഴുതുമ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരുപാട് ഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ
അദ്ദേഹം ജീവനോടെയുള്ളപ്പോൾ എഴുതാതെ പിന്നെ മരിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ഈ പുസ്തകം വരുമ്പോൾ അപ്പോൾ എഗെയിൻ അതിൻ്റെ ഉദ്ദേശശുദ്ധി അതിനെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഒരു പുസ്തകം അച്ചടിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അതിൻ്റെ പബ്ലിഷറുടെ പേര്, അഡ്രസ്സ് ഇത് രണ്ടും വേണം എന്നാണ്. ഇതിലതില്ല. നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് വാം എന്നുള്ളൊരു പേരും ISBN നമ്പറും ഉള്ളൂ. ഒരു അഡ്രസ്സില്ല, പേരില്ല. അങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അത് തന്നെ വളരെ സംശയാസ്പദമായിട്ട് നമുക്ക് തോന്നും. ഇറ്റ്സ് നോട്ട് ക്ലിയർ. അപ്പോൾ നമുക്കൊരു നടപടിക്ക് പോകണമെങ്കിൽ അഗൈൻസ്റ്റ് ഹൂ ഇസ് ദ പബ്ലിഷർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൃത്യത അതിൽ അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാമല്ലോ, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഓൾ ദീസ് ഫാക്ടേഴ്സ് അവർ പുസ്തകം പിൻവലിക്കും എന്താണെന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയട്ടെ, എന്നിട്ട് നമ്മൾ തീരുമാനിക്കും.